Hi guys, so welcome back to my channel. അപ്പോൾ ഞാൻ ലാസ്റ്റ് ആയിട്ട് വീഡിയോ എല്ലാവരും കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോയിൽ അത്യാവശ്യം വ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ആ വീഡിയോ കണ്ട് കുറേ പേര് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ടായിരുന്നു, കുറേ കമന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഒരു കമന്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി അറിയാൻ താല്പര്യം ഉണ്ടെങ്കിലും അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് ഞാനൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് കുറച്ചല്ല അതിനകത്തുനിന്ന് മിക്ക ക്വസ്റ്റ്യൻസ് ഞാൻ പിക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ ആൻസർ പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോയ്ക്കകത്ത്. സോ വിതൗട്ട് വേസ്റ്റിംഗ് എനി ടൈം ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. അപ്പോൾ നമ്മളോട് ചോദിച്ച ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തതെന്നാണ് ചോദിച്ചത്. ഞാൻ റിപ്പീറ്റ് ചെയ്തത് പാലാ ബ്രില്യന്റിലാണ്. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ക്യാമ്പസ് പാലായിലായതുകൊണ്ട് പാലായിലാണ് ഞാൻ റിപ്പീറ്റ് ചെയ്തത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ബ്രില്യന്റ് പാലാ ക്യാമ്പസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. ക്യാമ്പസ് ഒക്കെ അടിപൊളിയായിരുന്നു. സ്റ്റുഡന്റ് ഫ്രണ്ട്ലി ക്യാമ്പസ് ആയിരുന്നു. അവിടെ കഫറ്റീരിയ ഉണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്. പിന്നെ അതല്ലാതെ ലാസ്റ്റ് ഇയർ ഞങ്ങൾ അവിടെ പോയപ്പോഴാണ് പാലാ ബേക്കേഴ്സ് തുടങ്ങിയത് അവിടെ. അപ്പം കുറെ നല്ല പേസ്ട്രീസ് അങ്ങനത്തെ കുറെ സാധനങ്ങൾ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പൊ അതൊന്നും ഓർത്തൊരു ടെൻഷൻ. ലൈബ്രറി ഉണ്ട്, നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ചോദിച്ചത് ഇനി റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് ജനറൽ കാറ്റഗറി കട്ട് ഓഫ് എക്സ്പെക്റ്റഡ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര അറിയില്ല, പക്ഷെ ഒരു 600 എബോ ഏതായാലും വേണം ജനറലിന് കിട്ടണമെങ്കിൽ. അത് അത്ര എനിക്ക് അറിയത്തുള്ളൂ. അത്ര എനിക്ക് വലിയ നോളജ് ഇല്ല അതിനെ പറ്റിയിട്ട്. പിന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് നീറ്റ് അല്ലാതെ വേറെ ഏത് കോഴ്സ് നോക്കുന്നുണ്ട്, നീറ്റ് കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് നോക്കുന്നുണ്ടെന്നാണ് ചോദിച്ചത്. നീറ്റ് കഴിഞ്ഞ് ഞാനിപ്പോൾ നോക്കുന്നത് പാരാമെഡിക്കൽ നോക്കുന്നുണ്ട്, ഫാർമഡി നോക്കുന്നുണ്ട്, BSc നഴ്സിംഗ് നോക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കോഴ്സസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. റിസൾട്ട് വന്നതനുസരിച്ച് തീരുമാനിക്കാമെന്നാണ് ഇപ്പം വിചാരിച്ചേക്കുന്നത്. പിന്നെ ചോദിച്ചത് ബ്രില്യന്റിന്റെ കൺട്രോൾഡ് ഹോസ്റ്റലിലായിരുന്നോ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലായിരുന്നോ എന്നാണ് ചോദിച്ചത്. ഞാൻ സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലിലായിരുന്നു. എനിക്ക് കിട്ടിയത് സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലാണ്. SB എന്നായിരുന്നു ഹോസ്റ്റലിന്റെ പേര്. പിന്നെ ചോദിച്ചിട്ടുണ്ട് കൺട്രോൾഡും സൂപ്പർവൈസ്ഡ് ഹോസ്റ്റലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് എനിക്കും ആദ്യം അറിയില്ലായിരുന്നു. ഭയങ്കര കൺഫ്യൂഷനാണ് എന്താണെന്നുള്ളത്. കൺട്രോൾഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ബ്രില്യന്റിന്റെ ടീച്ചേഴ്സ് ആണ് അവിടെ വാർഡന്മാരായിട്ടുള്ളത്. ബ്രില്യന്റിന്റെ ക്ലാസ് മെന്റേഴ്സ് ആയിരിക്കും അവിടെ വാർഡന്മാരായിട്ടുള്ളത്. അവിടെ സബ്ജക്ട് ടീച്ചേഴ്സും കാണുമെന്ന് തോന്നുന്നു. എനിക്ക് 1-2 ടീച്ചേഴ്സ് കാണും. അപ്പം അവിടെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് അപ്പം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും, അവിടുത്തെ ടീച്ചേഴ്സ് അവൈലബിൾ ആയതുകൊണ്ട്. അങ്ങനെയാണെന്ന് തോന്നുന്നു. പക്ഷെ സൂപ്പർവൈസിന്റെ അകത്ത് പ്രൈവറ്റ് ആയിട്ടാണ് ഹോസ്റ്റൽ നടത്തുന്ന ആൾക്കാര്. പക്ഷെ ബ്രില്യന്റിന്റെ സൂപ്പർവിഷനിലാണ് ഹോസ്റ്റൽ നടന്നു പോകുന്നത്. കാരണം ബ്രില്യന്റ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി പറയാം. അവരിടയ്ക്ക് വരും നമ്മുടെ ഹോസ്റ്റലിൽ നമ്മളെ പറ്റി അന്വേഷിക്കാനായിട്ടൊക്കെ. ബ്രില്യന്റിന്ന് കോർഡിനേറ്റേഴ്സ് ഒക്കെ വരുമായിരുന്നു. അപ്പം അതാണ് ബ്രില്യന്റിന്റെ കൺട്രോൾഡും സൂപ്പർവൈസ്ഡും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ബ്രില്യന്റിന്റെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബ്രില്യന്റിലെ ഹോസ്റ്റലിൽ കൺട്രോൾഡ് ഹോസ്റ്റലിലാണെങ്കിൽ ലൈബ്രറി ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. എമറാൾഡ് അങ്ങനത്തെ ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ ലൈബ്രറി ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ തന്നെ ഒരു റെഫറൻസ് ഹാൾ ഉണ്ട്. അങ്ങനത്തെ ഫെസിലിറ്റീസ് ഒക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൺട്രോൾഡ് ആണെങ്കിൽ. സൂപ്പർവൈസ്ഡ് ഇല്ലാത്ത കാര്യം എനിക്ക് അറിയത്തില്ല. പിന്നെ ഉള്ളത് ബ്രില്യന്റിലെ എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അക്കാഡമിക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. ബ്രില്യന്റില് ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സസ് തുടങ്ങുന്നത് രാവിലെ 8 o'clock 8 o'clock തൊട്ട് ഈവനിങ് 4:30 വരെയാണ് ക്ലാസ്സസ്. അപ്പം അന്ന് മിക്ക സബ്ജക്ട്സും കാണും. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കാണും. പ്രൊഫസേഴ്സ് ഒക്കെ നൈസാണ്. നല്ലോണം പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് അവിടെ ഉണ്ട്. എല്ലാവരും തന്നെ അത്യാവശ്യം നല്ലോണം പഠിപ്പിക്കുന്നതാണ്. ടു ബി ഓണസ്റ്റ് എനിക്ക് ഇടയ്ക്ക് ഉറക്കമൊക്കെ വരാറുണ്ട്. ഞാൻ ഉറങ്ങിയിട്ടും ഉണ്ട് ക്ലാസ്സിൽ കിടന്ന്. അതൊന്നും ആരും ചെയ്യത്തില്ല എന്ന് ഞാൻ പറയത്തില്ല. അവിടെയും ഉറക്കം വരികയൊക്കെ ചെയ്തിട്ടുണ്ട് എനിക്ക്. പിന്നെ പറയാനുള്ളത് പ്രൊഫസേഴ്സ് ഒക്കെ നല്ലതാണ്. നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ പോയി ചോദിക്കാം. ചെറിയ കാര്യം തൊട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പോയി ചോദിക്കാം. അതൊന്നും ഒരു കുഴപ്പമില്ല. അവരെപ്പോഴും പറഞ്ഞുതരാൻ റെഡിയാണ്. അതുപോലെ തന്നെ ക്ലാസ് മെന്റേഴ്സ് നമുക്ക് എപ്പോഴും പോയി സംസാരിക്കാനൊക്കെ പറ്റും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. കോർഡിനേറ്റേഴ്സും അതുപോലെ തന്നെയാണ്. അതുകൊണ്ട് അക്കാഡമിക്സിന്റെ കാര്യത്തിൽ പിന്നെ പറയാനുള്ളത് എല്ലാ വീക്കിലും എക്സാം ഉണ്ട്. എല്ലാ വീക്കിലും എക്സാം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിനൊരു മുടക്കവും വരാറില്ല. എല്ലാ വീക്കിലും എക്സാം ഉണ്ട്. അതുപോലെ തന്നെ അന്ന് തന്നെ റിസൾട്ടും വരാറുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ളത് അക്കാഡമിക്സ് റിലേറ്റഡ് പറഞ്ഞു. പിന്നെ ഫോൺ ടൈമിങ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ഹോസ്റ്റലിൽ ഞങ്ങൾക്ക് 3 ദിവസമായിരുന്നു ഫോൺ തന്നുകൊണ്ടിരുന്നത്. 3 days ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ അങ്ങനെ 3 ദിവസം വൈകിട്ട് ഒരു 8 o'clock തൊട്ട് 8:30 വരെ 30 minutes ഫോൺ തരുമായിരുന്നു നമുക്ക് വീട്ടിൽ വിളിക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഫോൺ ടൈമിങ്സ് എന്ന് പറയുന്നത്. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഓൺലൈൻ ബാച്ച് ആണോ ബ്രില്യന്റിന്റെ നല്ലത്, വീക്ക്ലി എക്സാംസ് ഉണ്ടോ?
അത് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഓഫ്ലൈൻ ബാച്ച് ആയിരുന്നു. എൻ്റെ ഒരു ക്യാരക്ടർ അനുസരിച്ച് എനിക്ക് ഓൺലൈൻ ക്ലാസ് പറ്റത്തില്ല. കാരണം ഓൺലൈൻ ആണെങ്കിൽ ഞാൻ ഉഴപ്പും, അത്യാവശ്യം സീരിയസ് ആയിട്ട് എടുക്കില്ല. അതുകൊണ്ടാണ് ഞാൻ ഓഫ്ലൈൻ പ്രിഫർ ചെയ്തത്. ഓൺലൈനിൽ നല്ലോണം പഠിക്കാൻ പറ്റുന്ന പിള്ളേരുണ്ട് കേട്ടോ, എനിക്ക് അറിയത്തില്ല. പക്ഷെ എൻ്റെ കേസിൽ ഞാൻ ഓഫ്ലൈൻ ആയിരുന്നു പ്രിഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ വീക്ക്ലി എക്സാംസ് ഒക്കെ ഓൺലൈനിലും ഉണ്ട് ഓഫ്ലൈനിലും ഉണ്ട്. ഓൺലൈനിലെ സ്റ്റുഡൻസിന് ഓൺലൈൻ ആയിട്ടാണ് വീക്ക്ലി എക്സാംസ് നടന്നുകൊണ്ടിരുന്നത്. ഓഫ്ലൈനിലെ സ്റ്റുഡൻസിന് ഓഫ്ലൈൻ ആയിട്ട് ക്ലാസ്സിൽ പോയിട്ട് എക്സാം എഴുതണം. പിന്നെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഓഫ്ലൈനിലോട്ട് മാറാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഓൺലൈനിൽ കുട്ടികളൊക്കെ വന്ന് മോഡൽ എക്സാം എഴുതാറുണ്ടായിരുന്നു ക്യാമ്പസിൽ, അതെനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ ഹോസ്റ്റൽ പാക്കിംഗ് ടിപ്സ് അതൊക്കെ ഒന്ന് പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും, ഹോസ്റ്റൽ പാക്കിങ്സിനെ പറ്റിയിട്ടൊക്കെ. പിന്നെ എങ്ങനെയാണ് പഠിച്ചിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. കോച്ചിങ് മെത്തേഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം ക്ലാസ്സിൽ നമുക്ക് ടീച്ചേഴ്സ് പ്രൊഫസേഴ്സ് സ്ലൈഡാണ് കൊണ്ടുവരാറ്. ഈ അവർ പ്രിപ്പയർ ചെയ്ത നോട്ട്സ് ആയിരിക്കും കൊണ്ടുവരാറ്. അപ്പോൾ അവരത് വെച്ച് പഠിപ്പിക്കും. ചില ടീച്ചേഴ്സ് ബയോളജി ഒക്കെ ടെക്സ്റ്റ് വെച്ച് പഠിപ്പിക്കാറുണ്ട്. പക്ഷെ അവർ പറയുന്ന പോയിന്റ്സ് എല്ലാം കാണും. അത് ഒന്നെങ്കിൽ ഷോർട്ട് നോട്ട് എഴുതിയെടുക്കും, അല്ലെങ്കിൽ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും. അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അന്ന് പഠിപ്പിച്ചത് പഠിക്കാൻ മാക്സിമം നോക്കണമെന്നാണ്. ഞാൻ ഇടയ്ക്കൊക്കെ വിട്ടു പോയിട്ടുണ്ട്, അതിന്റെ മാർക്ക് കുറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ അന്നന്ന് പഠിപ്പിച്ചത് അന്നന്ന് പഠിക്കുവാണെങ്കിൽ നല്ലോണം പോകും. ബയോളജി ഒക്കെ ടെക്സ്റ്റ് വായിക്കുക, പിന്നെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. മെയിൻലി അതാണ് എല്ലാവരും പറയാറുണ്ട്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം പ്രാക്ടീസ് ചെയ്യണമെന്നാണ് പറയാറുള്ളത്. സോ അതുപോലെ ചെയ്യാം. അവിടെ ചെല്ലു കഴിയുമ്പോഴത്തേക്ക് അവർ തന്നെ നിങ്ങളോട് പറഞ്ഞുതരും. ഇപ്പൊ ബ്രില്യന്റിലാണെങ്കിൽ അവിടെ തന്നെ അവർ എന്നും വന്ന് പറയും. ബ്രില്യന്റ് കോർഡിനേറ്റേഴ്സ് ആണെങ്കിലും മെന്റേഴ്സ് ആണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും എല്ലാവരും വന്ന് പറഞ്ഞു തരും. ഇങ്ങനെയാണ് പഠിക്കേണ്ട രീതിയൊക്കെ അവർ പറഞ്ഞു തരും. അതൊന്നും ഓർത്താലും ടെൻഷൻ ആവേണ്ട. അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഓൺലൈൻ ക്ലാസ്സിന്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അതായത് എങ്ങനെയാണ് ക്ലാസ്സസ് ഹെൽഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ട്. അതിന്റെ എക്സാം ടൈമിംഗ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനെ പറ്റിയുള്ള ഒരു ഒപ്പീനിയൻ പറയാൻ ചോദിച്ചിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് എനിക്ക് തോന്നുന്നു ഓഫ്ലൈൻ ക്ലാസ് പോലെ തന്നെയാണ് ഓൺലൈൻ ആയിട്ട് ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത്. നല്ല പ്രൊഫസേഴ്സ് ആയിരിക്കും ഓൺലൈൻ ആയിട്ട് എടുക്കുന്നത് കേട്ടോ. അപ്പം പിന്നെ എക്സാം ടൈമിങ്സും സെയിം തന്നെ ആയിരിക്കും. ഓഫ്ലൈൻകാർക്കും ഓൺലൈൻകാർക്കും സെയിം ടൈമിലായിരിക്കും എക്സാം നടക്കുന്നുണ്ടാവുക. ഒപ്പീനിയൻ എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എൻ്റെ കേസിൽ എനിക്ക് ഓൺലൈൻ പറ്റില്ല, എനിക്ക് ഓഫ്ലൈനേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഓഫ്ലൈനായിട്ട് സെലക്ട് ചെയ്തത്. ചില കുട്ടികൾക്ക് ഓൺലൈനിൽ നിന്ന് പഠിച്ചാൽ കൂടുതലായിട്ട് പഠിക്കാൻ പറ്റും. ചിലർക്ക് ഹോം സിക്നെസ് ഒക്കെ കാണും, വീട്ടിൽ നിന്ന് മാറി നിന്ന വലിയ ബുദ്ധിമുട്ടൊക്കെ കാണും. അപ്പം അങ്ങനെയുള്ളവർക്ക് ഓൺലൈൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അവരവരുടെ ഇഷ്ടത്തിന് പോവുക, അത് നമ്മൾ തന്നെ ആലോചിക്കണം. നമുക്ക് പറ്റുമോ ഓൺലൈൻ എടുത്താൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി അത് ഓൺലൈൻ എടുക്കുവാണെങ്കിൽ കുറേ കൂടെ റിസോഴ്സസ് അവൈലബിൾ ആയിരിക്കും. നമുക്ക് നെറ്റൊക്കെ യൂസ് ചെയ്ത് കുറേ കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാനൊക്കെ പറ്റും. അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അവരവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് നല്ല രീതിക്ക് ഓൺലൈൻ ആണെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇറ്റ്. അതാണ് എനിക്ക് പറയാനുള്ളത് ആ കാര്യത്തിൽ. അതായിരുന്നു നമ്മുടെ ഇന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഞാൻ റിപ്ലൈ തന്നെന്നാണ് വിചാരിക്കുന്നത്. ഹോസ്റ്റൽ പാക്കിങ്ങിനെ പറ്റി അടുത്തൊരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. കാരണം അത് ഇവിടെ തീരൂല, അതുകൊണ്ടാണ്. ഇപ്പം ഞാനൊരു ഷോർട്ട് വീഡിയോ ആണ് ഉദ്ദേശിച്ചത്. അത്യാവശ്യം ഒത്തിരി ലെങ്തി ആക്കാതെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പഠിച്ച ഇൻസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ബ്രില്യൻ്റ് ആണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അവിടെ പോകുന്നതിനെ പറ്റി കുറേ കുട്ടികൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ പോകുന്നതിനെ പറ്റി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നല്ലതാണ്. അവിടെ പോയി കഴിഞ്ഞാൽ പഠിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. പഠിക്കാനാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ദർ. അവിടെ പോയാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അവിടെ ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ റെഫറൻസ് ഉണ്ട്. ആൻഡ് റെഫറൻസിന് നിങ്ങൾ പോകണം. റെഫറൻസ് ആണ് അവിടുത്തെ ഹൈലൈറ്റ്. റെഫറൻസിന് പോയി പഠിക്കണം. അങ്ങനെ അവിടെ വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ക്യാമ്പസ് ആണ്, നല്ല ടീച്ചേഴ്സാണ്, എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ഇറ്റ് എന്ന് എനിക്ക് പറയാം. അവിടെ ചെന്ന് കഴിയുമ്പോൾ പറഞ്ഞില്ല, കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ചെന്ന് കഴിയുമ്പോൾ മെന്റൽ ഡിപ്രഷൻസ് ഒക്കെ ഉണ്ടാവും. ഒരു പോയിന്റ് ഓഫ് ടൈം വരുമ്പോഴത്തേക്ക് അത് എല്ലാവർക്കും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് മാത്രമാണെന്ന് ഒരിക്കലും നിങ്ങൾ കരുതരുത്. ആ ഒരു കേസിൽ ആ ഒരു ടൈം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര മടുപ്പൊക്കെ തോന്നും. അതൊന്നും കാര്യമാക്കാതെ എല്ലാവരും നല്ലോണം പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.